കാത്തലിക് പ്രീസ്റ്റ് ഓർഡൈൻ ചെയ്ത് വെക്കുന്നത് തന്നെ ലോകത്തെ ജനത്തെയും വെഞ്ചരിക്കാൻ തന്നെയാണ്. എനിക്ക് ട്രോള് പരിചയമില്ലാത്തൊരു കാലമുണ്ടല്ലോ. ഒന്നാമത്തിൽ ഞാൻ ആക്ഷേപങ്ങളിലൂടെ വന്ന ആളാണ്. നമ്മുടെ ബൈബിളും സാധാരണ പുസ്തകവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ബൈബിൾ മുഴുവൻ വാഗ്ദാനങ്ങളാണ്. എന്നുവെച്ചാൽ ഓരോ വാക്കിൻ്റെ ഉള്ളിലും ദൈവം നമുക്ക് ആവശ്യമായ ദാനം വെച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ പ്രേക്ഷിതപ്രവർത്തനം ചെയ്യേണ്ടത്? കർത്താവിൻ്റെ വിശുദ്ധ രക്തം ഇവിടെ വീണിട്ടുണ്ട്. അതിന് സാത്താനോട് പ്രതികാരം ചെയ്യാൻ ഒരു ജന്മമാണ് നമ്മൾ അഭിഷേകം മേടിക്കുന്നത്. മറ്റൊരു രസകരമായിട്ടുള്ളൊരു വിമർശനം ഈ ഉടമ്പടി തൈലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ടൺ കണക്കിന് വെളിച്ചെണ്ണ വിറ്റഴിക്കാൻ അല്ലെങ്കിൽ മെഴുകുതിരി വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗമാണിതെന്നൊക്കെ പറയും. ഇത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ കൃപാസനത്തിൽ വരുന്ന ആൾക്കാർ അങ്ങനെ ടൺ കണക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവിടുത്തെ നേർച്ച വസ്തുക്കളാണ്. അതായത് ഈ ഉടമ്പടി തൈലം എന്തുമാത്രം സാക്ഷ്യമാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. എന്തുമാത്രം അത് എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ എന്തുമാത്രം എല്ലാ ദിവസവും കാണുന്നതാണ്. അതല്ല പ്രശ്നം. കൃപാസനത്തിൽ വരുമ്പോൾ ആൾക്കാർ വരണത് തന്നെ എന്തെങ്കിലും വ്യഞ്ചരിച്ച ജോർജി ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് ഞാനിതൊക്കെ കാണുന്നത് വേറൊരു രീതിയിൽ. എനിക്കെങ്ങനെ ഒരു സാധാരണ ഇപ്പം പള്ളികളൊക്കെ പായസം വ്യഞ്ചരിച്ച് കൊടുക്കുന്നത് ഇല്ലേ? ഞാൻ ഇന്നലെ കല്ലുപറമ്പൻ വിചാരിച്ച കാര്യം ഇന്നലെ ബൈ ചാൻസ് ഇൻബിറ്റ് നമ്മൾ സംസാരിച്ചത്. ഇപ്പം അത് പറയാൻ ഉദ്ദേശിക്കണില്ല. അതായത് നമ്മുടെ ഇതിന് വരണ. പക്ഷെ വെഞ്ചരിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? വെഞ്ചരിപ്പ് എന്ന് പറഞ്ഞത് അതായത് ജീസസ് ഒരു പേഴ്സണും പവറുമാണ്. ഇപ്പം കൃപാസനത്തിൽ നിന്ന് ഒരു തുള്ളി ഉടമ്പടിത്തേലും വാങ്ങിച്ചാലും കൂടി തേലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ജനം എന്തുകൊണ്ടാണ് അവർക്ക് ആ കർത്താവിൻ്റെ ഫീലിംഗ് ഉണ്ടായെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അത് ഞാൻ ഈ ജനറൽ ബ്ലെസ്സിങ് അല്ല നടത്തുന്നത്. പണ്ട് ഒരു മീഡിയയിലുള്ള ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ മീഡിയ അദ്ദേഹം എന്നെ ഒത്തിരി വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞപ്പോഴേ ഞാനത് അക്സെപ്റ്റ് ചെയ്ത്. ഞാൻ പറഞ്ഞ അച്ഛൻ ഈ പത്രത്തിൻ്റെ വെഞ്ചരിപ്പ് അവസാനിപ്പിച്ചാൽ പത്രത്തിൻ്റെ വിവാദം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ വീഡിയോ ചെയ്തതാണ്. അതായത് വേണ്ട നിശ്ചിതമായി വിമർശിക്കുന്ന ആള് കൃത്യമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തി സംസാരിച്ചതാണ്. വെഞ്ചരിപ്പിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ഞങ്ങൾ കാത്തലിക് പ്രീസ്റ്റ് ഓർഡൈൻ ചെയ്ത് വെക്കുന്നത് തന്നെ ലോകത്തെ ജനത്തെയും വെഞ്ചരിക്കാൻ തന്നെയാണ്. പക്ഷെ വെഞ്ചരിക്കുന്നത് എന്താണ്? അതൊരു അനുഷ്ഠാനമല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് പേഴ്സൺ ആൻഡ് പവറാണ്. ക്രൈസ്റ്റ് നമുക്ക് ലഭ്യമാകണത് സാന്നിധ്യത്തിലും ശക്തിയിലുമാണ്. അതാണ് 1 Corinthians 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തുന്നതിനും ലൂക്കാസ് വിശേഷം പറയണത് ഇപ്പം ലൂക്ക 5:9 അവരുടെ ജനങ്ങൾ ലൂക്ക 5:3 പറയാൻ ജനങ്ങളെല്ലാം അവൻ്റെ അടുത്ത് ഓടിക്കൂടി. കാരണം എന്താണ്? രോഗശാന്തി നൽകാനുള്ള ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നാണ്. ഇപ്പം ലൂക്ക 8:40 അതായത് രക്തസ്രാവക്കാർ പുറകെ കൂടി വരുമ്പോഴും ശക്തി നിലകളിക്കുന്നതാണ്. അപ്പം ദൈവം ഒരു ശക്തിയാണ്, വ്യക്തിയുമാണ്, ശക്തിയുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ശക്തിയെ നമുക്ക് ആ ശക്തി അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ള പ്രിൻസിപ്പിളാണ് സെന്റ് പോൾ പറയണത്. എന്താണ്? 10:9 യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. പിന്നെ ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? രക്ഷ പ്രാപിക്കും. അല്ലേ? ലൂക്ക 2:30 എന്നുവെച്ചാൽ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പൊ രക്ഷ അത് ക്രിസ്തു അല്ലേ? ക്രിസ്തു അപ്പൊ എന്താണ്? പവറാണ്. പവർ എന്താ ചെയ്യണത്? പ്രാപിക്കുകയാണ് ചെയ്യണത്. അപ്പൊ നമ്മളെ വെഞ്ചരിക്കണത് എന്തിനാണ്? ക്രിസ്തുവിന്റെ പവർ അതിൻ്റെ അകത്ത് ഇൻകൾക്കേറ്റ് ചെയ്യാനാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി കുർബാന അർപ്പിച്ച് അതിൻ്റെ പൊസിഷൻ എല്ലാം കറക്റ്റ് ചെയ്ത് നമ്മുടെ മനസ്സ് ഡിസ്റ്റർബൻസ് എല്ലാം ഒഴിവാക്കിയിട്ട് ആദ്യം തന്നെ നമ്മളോട് തന്നെ ചോദിക്കും. സഭയ്ക്കുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ സഭ ഒരാൾ ജ്ഞാനസ്ഥാനപ്പെടുത്താൻ ചോദിക്കുമ്പോൾ തന്നെ നീ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? അവൻ്റെ സകല ദുഷ്കർമ്മം ഉപേക്ഷിക്കുന്നുവോ? കർത്താവ് യേശുക്രിസ്തു മരിച്ചത് നിനക്ക് വേണ്ടിയാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവൻ ഉയർത്തുന്നതെന്ന് വിശ്വസിക്കുന്നുവോ? അവൻ വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്നുവോ? ഇങ്ങനെ ഇവരുടെ കൺസെന്റ് ചോദിച്ചിട്ടാണ് സഭ അത് ആക്ടിവേറ്റ് ചെയ്യണത്. ഞാൻ വെഞ്ചരിക്കണത് എന്നോട് തന്നെ ഞാൻ ചോദിക്കും ആദ്യം. കാര്യം സഭയുടെ കീഴ്വഴക്കം അതാണ്. എന്നോട് തന്നെ, ജോസഫ്, നിങ്ങൾ ഇത് ബ്ലസ് ചെയ്യുമ്പോൾ അതിലേക്ക് കർത്താവിൻ്റെ ആശീർവദിച്ച് പോകുന്നുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
അത് നിങ്ങളുടെ പൗരോഹിത്യത്തിലൂടെ ദൈവം നിങ്ങൾക്ക് തന്ന അധികാരമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇതെല്ലാം വിശ്വസിച്ച് ഉറപ്പ് വരുത്തിയിട്ട് വിശ്വാസ പ്രമാണം ആൾക്കാരെ കൊണ്ട് മുട്ടടുത്ത് എഴുതിയിട്ടാണ് ഞാൻ ബ്ലെസ് ചെയ്യണത്. ദാറ്റ് ഈസ് ദി പവർഫുൾ. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന പവറ് ജനം എങ്ങനെയാണ് അനുഭവിക്കുന്നത്? വസ്തുക്കള് സെയിം വിശ്വാസ പ്രമാണത്തിന് അവർ ചെല്ലണം. ഞാൻ എന്ത് ഫോർമുലയാണ് എൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്? രക്ഷ പ്രാപിക്കുന്ന ഫോർമുലയില്ലേ, അത് യേശു കർത്താവാണ് അന്തരം കൊണ്ട് ഏറ്റു പറയുകയാണ്. ദൈവം മരിച്ചതിനെ ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ്. ജോർജ്, ഇത് ഒരു വ്യക്തി എന്തുമാത്രം സാധ്യതയോടുകൂടി ഇതിന് എന്തുമാത്രം വികാസത്തില്, എന്തുമാത്രം പൊട്ടൻഷ്യല് ഇത് ഉൾക്കൊള്ളാം. കർത്താവിൻ്റെ യേശുവിനെ കർത്താവാണെന്ന് പ്രഖ്യാപിക്കുകയും ദൈവം മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കാൻ നമ്മൾക്ക് ക്രോണോളജിക്കൽ ഇയറും ഫെയ്ത്ത് ഇയറും തമ്മിൽ ഒരു പക്ഷേ എപ്പോഴും നമ്മുടെ ക്രോണോളജിക്കൽ ഇയറിന് മുമ്പിൽ വരുന്ന ഫെയ്ത്ത് ഇയർ. ക്രോണോളജിക്കൽ വെച്ചാൽ നമ്മുടെ കേവല വയസ്സ്, ആ വയസ്സിന്റെ മുകളിൽ വരണം, മുമ്പിൽ വരണം ഫെയ്ത്ത് ഇയർ. ഇപ്പൊ എന്താ ആൾക്കാർക്ക് സംഭവിക്കുന്നത്? അവരുടെ വയസ്സിനേക്കാൾ കുറവായിരിക്കും അവരുടെ വിശ്വാസ വർഷം. കാര്യം അവർക്ക് ചിലപ്പോൾ ക്യാരിസം പഠിക്കുന്ന കാലത്തുള്ള വിശ്വാസം ഇപ്പോഴും ഉണ്ടാകത്തുള്ളൂ. വയസ്സ് ചിലപ്പോൾ 45 ഉണ്ടാകും. അപ്പൊ എന്താ വണ്ടിയുടെ പുറകെ കൊണ്ടുവന്നവര് കുതിരയെ കെട്ടുകയും നമ്മളെന്താ വികാസം ചെയ്യണത്? വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് കുതിരയെ കെട്ടണം. അതിന് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അടയാളങ്ങൾ അവർക്ക് കിട്ടണം. അടയാളം കിട്ടിക്കഴിഞ്ഞാൽ അവർ ദൈവത്തിൽ കൂടുതൽ ആഴമായി വിശ്വസിക്കും. അപ്പൊ അതുകൊണ്ട് അവർക്ക് അടയാളം കിട്ടുന്ന രീതിയിലാണ് നേരത്തെ വസ്തുക്കളെ ആശീർവദിക്കുന്നത്. വെരി സീരിയസ് ആണ്. കാര്യം നമ്മുടെ അടുത്ത് വരുന്നത് അറ്റ കൈ ആയിട്ടുള്ള ആൾക്കാർ അവസാനത്തെ ഓപ്ഷൻ പോലെയാണ് ഇവിടെ വരണത്. അവരെ സംബന്ധിച്ചിടത്തോളം വെറുതെ ആദിമസഭയെ പറയണില്ലേ, തീ കായുക, സുഖമായിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ചുമ്മാ കേവലമായിട്ടുള്ള ആശ്വാസ വാക്കുകൊണ്ടൊന്നും ക്രിസ്തുവിനെ കൊടുക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ കൊടുക്കണമെങ്കിൽ നമ്മൾ പെയിൻ എടുക്കണം, അതേസമയം നമ്മൾ വിശ്വസിക്കണം. അതെല്ലാമാണ് അവിടെ നടക്കുന്നത്. ക്ലിയർ ആണ്. അച്ഛാ, ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞു വളരെയധികം സഹനങ്ങളിലൂടെ അച്ഛൻ കടന്നു പോകുന്നുണ്ട്. ഒത്തിരി രോഗപീഠകൾ അച്ഛനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന് വേണ്ടിയിട്ടും അച്ഛൻ ഈ കഴിഞ്ഞ മുൻ വർഷങ്ങളൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിരവധി ശുശ്രൂഷകൾ വില കൊടുത്ത് അച്ഛൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ്റെ കുടുംബസ്വത്ത് പോലും സർക്കാരിന് വേണ്ടിയിട്ട്, ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അച്ഛൻ വിട്ടുകൊടുക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്ന ഈ ട്രോളുകളൊക്കെ കാണുമ്പോൾ മനസ്സിൽ വിഷമം തോന്നാറുണ്ടോ? ട്രോൾ എന്ന് പറയുമ്പോഴേ ആദ്യം എനിക്ക് ട്രോള് പരിചയമില്ലാത്തൊരു കാലമുണ്ടില്ല. ഒന്നാമത്തിൽ ഞാൻ ആക്ഷേപങ്ങളിലൂടെ വന്ന ആളാണ്. കാര്യം ഈ ലോഹയെ വിട്ട് ഒരു ഷാപ്പിൻ്റെ വാതിക്കൽ പോയി കഴിഞ്ഞാൽ തന്തൊക്കെ വിളിക്കുക അറിയാമല്ലോ. അതായത് എത്ര ഷാപ്പിൻ്റെ വാതിക്കലാണ് സമരം നടന്നിട്ടുള്ളത് 90-കളിൽ, 90 തൊട്ട് 2000 വരെ. അപ്പോഴ് പൊളിച്ച തെറി. ഞാൻ അവസാനം ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറി തെണ്ടിയിട്ടുണ്ട്. അന്ന് എനിക്ക് പൈസ ഒന്നും ഇല്ലാഞ്ഞൊരു കാലമാണ്. കാര്യം ഷാപ്പിൽ കേസ് വരുമായിരിക്കെതിരെ. അപ്പോൾ ഞങ്ങൾക്കെതിരെ വരുമ്പോൾ കേസ് നടത്തണ്ടേ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെ കൂടി സപ്പോർട്ട് ചെയ്യേണ്ട എൻ്റെ ചുമതല വരും. അപ്പോൾ ഫണ്ട് ഉള്ളത് തീരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് സത്യം പറഞ്ഞാൽ തൊലിക്കെട്ടി കൂടി പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പരിപാടി ചെയ്യാൻ പറ്റത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ കർത്താവ് എന്താ പറഞ്ഞത്? തൊലിക്കെട്ടി ഉണ്ടാകണം നല്ല കർത്താവ് പറഞ്ഞത്. ഞാൻ എൻ്റെ മുഖം തീക്കരി പോലെ കഠിനമാക്കി. ഒരു സഹനദാസനാകണമെന്നുണ്ടെങ്കിൽ ഇപ്സഫാത്തോ അവൻ്റെ മുഖം തീക്കല്ല് പോലെ കഠിനമാക്കി. എൻ്റെ മേൽ തുപ്പുന്നവരിൽ നിന്ന് ഞാൻ മുഖം മറച്ചില്ല, താടിരോഗം വലിച്ചു പറിക്കുന്നവരിൽ നിന്ന് ഞാൻ മുഖം തിരിച്ചില്ല. അത് ഞാൻ ഇന്ന് വരെ ട്രോളുകൾക്ക് തിരിഞ്ഞു തന്നിട്ടില്ല. പിന്നെ വേറെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ഇതൊക്കെ നമ്മൾ ഏക്കുകയല്ലേ. എനിക്ക് ഇതൊക്കെ ഏക്കുമ്പോൾ നമുക്കൊരു നീരസമോ ആ വ്യക്തികളോട് ഒരു പരിഭവമോ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. തോന്നുന്നത് കഴിഞ്ഞാൽ അവർ ഇന്നലെ നാളെ സത്യം മനസ്സിലാക്കി എനിക്ക് അവരെ ക്രിസ്തുവിനെ അവരറിഞ്ഞാൽ മതി. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ക്രിസ്തുവിനെ അറിയണം, സഭയെ സ്നേഹിക്കണം. സഭയെന്ന് പറയുന്നത് സഭയെ ഇങ്ങനെ എപ്പോഴും ആക്രമിക്കുകയല്ലേ. ലോകം മുഴുവനുള്ള ആൾക്കാർ ചെറിയ നിസ്സാര മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഊത് വീഴ്ത്തിട്ട് ഭയങ്കരയോട് ആക്രമിക്കും. അപ്പം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ജീവിതം മുഴുവനും വിറകാക്കി വെച്ചിട്ടുണ്ട്. ജനങ്ങളുടെ കഞ്ഞി വെക്കാൻ വേണ്ടി ജീവിതം വെച്ചു കൊടുത്ത ആൾക്കാരാണ്. ഇതിനകത്തുണ്ട് ഞങ്ങൾക്ക് എന്താ കിട്ടണമെന്ന് അറിയാമല്ലോ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നിൽക്കുന്ന 10,000-കണക്കിന് അഭിഷിക്തരും സമർപ്പിതരും നമ്മുടെ കന്യാസിമാരൊക്കെ അവരെ കാല് തൊട്ട് വെള്ളം കുടിക്കണം. അത്ര സൂപ്പറാണ് ഇവര് പുറത്തുനിന്നവർക്ക് എന്തും പറയാം. ഒരു ദിവസം അവരൊന്ന് ക്രിസ്ത്യാനിറ്റി ജീവിച്ചാൽ മതി. ഒരു ദിവസം ഒന്ന് സമർപ്പിതം. ഞാൻ പുറത്തുള്ളവരെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഒരു ദിവസം ഒരു പുരോഹിതമായിട്ട് ജീവിക്കുക. ഒരു ദിവസം ഒന്ന് നിങ്ങൾ ഒരു സമർപ്പിതയായിട്ട് ജീവിക്കുക. എങ്കിലും നിങ്ങൾ പറയുന്ന പോലെ പ്രാർത്ഥന ഞങ്ങൾ ചെയ്യാം. എന്ന് വെച്ചാൽ അത്രയും ഇതിൻ്റെ അകത്ത് ക്രിസ്തു എന്ന് പറയുന്ന
ഒരു ഒരു മാഗ്നറ്റ് ഉണ്ട്, വില കൊടുക്കലുണ്ട്. ഒരു മാഗ്നറ്റ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ വളരെ പ്രിപ്പയർഡ് ആയിട്ടുള്ള ആളാണ്. എവിടെ മരിക്കണം, എവിടെ എപ്പോൾ മരിക്കും, എവിടെ അടക്കണം, അതൊക്കെ കുറിച്ച് കർത്താവ് എനിക്ക് കൃത്യമായിട്ട് നോട്ട് തന്നിട്ടുണ്ട്. കാര്യം എനിക്ക് ഒരു ദിവസം എൻ്റെ കർത്താവ് ഒരു ദിവസം എൻ്റെ ഒരു സ്വപ്നം കണ്ട് ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ എന്നെ അടക്കണ സ്വപ്നമാണ് കണ്ടത്. അപ്പോൾ പള്ളിയിലേക്ക് കർത്താവ് കാണിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ പൊള്ളിയിരിക്കുകയായിരുന്നു. പള്ളി ഞാനോട് തീർന്നെന്ന് വിചാരിച്ചു. പക്ഷെ പിറ്റേ ദിവസം ആ കറുപ്പൊക്കെ മാറിയായിരുന്നു. പക്ഷെ എനിക്ക് കർത്താവ് നോട്ട് തന്നു, നിന്നെ എവിടെ അടക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിലേക്ക് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ല മരണമെന്ന് ആൾക്കാർ പറഞ്ഞതല്ല പ്രശ്നം. ഇത്രയും നാള് ജീവിത മഹത്വത്തിന്റെ ശുശ്രൂഷ ചെയ്തതല്ലേ. ആ മഹത്വത്തിന്റെ ശുശ്രൂഷ ചെയ്തവരെക്കാളും മഹത്വത്തിലേക്കല്ലേ പോയി. എത്രയോ ആയിരങ്ങളല്ലേ മഹത്വത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അപ്പൊ എന്നെ ഞാൻ ചോദിച്ചതിന്റെ ചോദ്യം വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ ട്രോളൊക്കെ തോന്നുമ്പോ ഒരു പ്രാവശ്യം ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോ ട്രോള് കൂടണോണ്ടല്ല. അപ്പൊ ഈശോ പറഞ്ഞു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ ഞാൻ ചോദിച്ചായിരുന്നു. എന്റെ കാലത്ത് ട്രോൾ ഉണ്ടായിരുന്നല്ല. എന്റെ കാലത്ത് ട്രോളില്ലായിരുന്നോ? അപ്പൊ ഞാൻ ചോദിച്ചില്ലേ, എന്നോട് ഏറെ വെച്ച് പറഞ്ഞില്ലേ, ഞാൻ യോഹന്നാന് അപ്പൊ ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. അപ്പൊ ജനങ്ങൾ ട്രോൾ ചെയ്യായിരുന്നു അതിന് ഈശോനെ. ട്രോളുക മാത്രമല്ല, എല്ലാ ദിവസവും ഈശോക്ക് പ്രോബ്ലം ആയിരുന്നു. ഓരോ ദിവസവും നിയമിച്ചാലും അതുപോലെ സ്ക്രൈബുമാരൊക്കെ 15-31 ഇവൻ ജനങ്ങളെ രക്ഷിച്ചു, തന്നെ രക്ഷിക്കാൻ പറ്റണില്ല. അതിനല്ലേ ഇപ്പോഴെനിക്കെതിരെ വരുന്നത്. അതിനല്ലേ ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു. അപ്പൊ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും വേട്ടയാടപ്പെടുന്നുണ്ടായിരുന്നു. ഈ വേട്ടയാടുകളെല്ലാം ഇവൻ പ്രെയറായിട്ട് കൺവേർട്ട് ചെയ്യും. വേട്ടയാടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രെയറിന് പ്രശ്നം ഉണ്ടാവും. അതെന്നുവെച്ചാൽ കൺവേർട്ട് ചെയ്യും. രാത്രി അതിനെ കൺവേർട്ട്. ഞാനും അങ്ങനെ ചെയ്യണത്. എല്ലാ ട്രോളുകളെയും പ്രെയറായിട്ട് കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തിട്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒരു 12 ജപമാല ഒരു ദിവസം ചെല്ലും. സഭയുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ബ്രീവരി, അത് 2 പ്രാവശ്യം 2 സ്ഥലത്തും വെച്ചിട്ടുണ്ട്. വെച്ചാൽ എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഒരു കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ട്രോളുകളെല്ലാം പ്രയർ സമയത്ത് ഈശോയ്ക്ക് തിരിച്ചു കൊടുക്കും. എല്ലാ ട്രോളുകളും തിരിച്ചു കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നും നമുക്ക് ചെറിയ വരുമാനം കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരിശാണല്ലോ കൃപയാകണം. അപ്പൊ നമ്മുടെ ആത്മാവിനെ അത് പുണ്യപൂർണ്ണമായിട്ട് വർത്തും. പക്ഷെ ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുള്ളത്, ഈശോയുടെ കാലത്ത് ഈശോ ചോദിച്ചില്ലേ, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. അപ്പൊ ജനങ്ങൾ പറയുന്നത് ഈശോ കേൾക്കാൻ ആഗ്രഹിച്ചല്ല. ജനങ്ങൾ നല്ലതും പറയും, മോശവും പറയും. പക്ഷെ അത് ഈശോ അഡ്രസ് ചെയ്യുന്നുണ്ട്. അത് സുവിശേഷത്തിന്റെ ഒരു നിലപാടിന്റെ ഭാഗമാണ്. ജനങ്ങൾ പറയണത് കേൾക്കണമെന്നുള്ളത്. ജനങ്ങൾ എന്ത് ഗുണം പറയാം, ദോഷം പറയാം, പക്ഷെ എന്തെങ്കിലുമൊക്കെ ജനങ്ങൾ പറയുന്നത് നമുക്ക് സ്വീകരിക്കാനും വിശുദ്ധീകരിക്കാനും ഉണ്ടാകും അതിൻ്റെ അകത്ത്. അപ്പൊ അത് ആ രീതി പോസിറ്റീവായിട്ട് എടുക്കണത് കാര്യം. അപ്പൊ ഒരുത്തൻ പറഞ്ഞില്ലേ, അതായത് ഈശോ പറഞ്ഞില്ലേ, ഹെറോദോസ് പറഞ്ഞില്ലേ, ഞാൻ യോഹന്നാന്റെ പ്രേതമാണെന്ന് പറഞ്ഞില്ലേ. ഞാൻ വാസ്തവത്തിൽ പിശാചെ കൊണ്ടാണ് ശുശ്രൂഷ ചെയ്യണമെന്ന് ചില വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈശോയെ കുറിച്ചും പറഞ്ഞായിരുന്നു, ഇവൻ യോഹന്നാന്റെ പ്രേതമാണ്, ഇവൻ പിശാച തലവനെ കൊണ്ടാണ് ചെയ്യണമെന്ന്. അപ്പൊ അതേ അപ്രോച്ച് ഇപ്പോഴും നടക്കുന്നുണ്ട്. അതൊക്കെ ഈശോ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോഴും ഒരു അഭിഷിക്തരെ സംബന്ധിച്ചിടത്തോളം നമുക്കും പ്രാർത്ഥനയാക്കി മാറ്റാൻ കാര്യങ്ങളേ ഉള്ളൂ. അച്ഛാ, ഈ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഒത്തിരിയധികം പേർക്ക് വളരെയധികം അനുഭവങ്ങളും രോഗശാന്തികളും ഒക്കെ ലഭിക്കുന്നുണ്ട്. ഒരു തരത്തിൽ ഒരു സഭയിൽ തന്നെ മറ്റൊരു മൂവായിട്ട് ഈ ഒരു ഉടമ്പടി പ്രാർത്ഥന മാറുന്നതായിട്ട് അച്ഛന് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ജനങ്ങളുടെ ഒഴുക്ക് നോക്കുമ്പോൾ അത് ഡിഫറെൻ്റ് എപ്പോക്കിലുള്ള ആൾക്കാരുടെ ഒഴുക്കും പിന്നെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാരുടെ ശതമാനം കൂടുതലാണ്. നമ്മൾ ധ്യാനകത്തിൽ പോലും വരാത്ത ആൾക്കാർ ഉടമ്പടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈശോ ഇവരെ ആകർഷിക്കുന്നുണ്ട്. ഈ കാലത്തൊരു മൂവ്മെൻ്റായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. എനിക്ക് തോന്നുന്നത് എന്താ അറിയാമോ, അതായത് ഇപ്പോൾ നമ്മൾ സാക്ഷികൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10,000 സാക്ഷി ഇപ്പോൾ അപ്പ് ചെയ്തിട്ടുണ്ട്. 7,000 വീഡിയോ ഉള്ളെങ്കിലും ഞങ്ങൾ പണ്ടൊക്കെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കെട്ടുകണക്കിനാണ് ആദ്യകാലങ്ങളിൽ അപ്പ് ചെയ്യണത്. ഇപ്പോൾ ഉടമ്പടി നോക്കിയിട്ട് വാല്യൂ ചെയ്തിട്ടൊക്കെയാണ് ഇടുന്നത്. അതെന്താ, പിന്നെ ഒരു 7,000 സാക്ഷി നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്, ഇപ്പോൾ ആർക്കൈവ്സ് ഇരിപ്പുണ്ട്. ഇത്രയും സാക്ഷ്യം എല്ലാം പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളെയും ഇതിൻ്റെ അകത്ത് ദൈവം അഡ്രസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം, നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കത്തില്ലേ, ഈശ്വമിച്ചയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങളെ യോഗ്യരാകുവാൻ ഞങ്ങൾക്കുണ്ട്. അപ്പം വാഗ്ദാനങ്ങൾക്ക് നമ്മളെ യോഗ്യരാകാൻ നമ്മൾ മാതാവിൻ്റെ ഇടയ്ക്കാണ് മധ്യസ്ഥം ചെയ്യിക്കുന്നത്. കാര്യം എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ സഭയുടെ അനുഭവങ്ങളാണ് ഒരു കാര്യം. വാഗ്ദാനം ആദ്യമായിട്ട് ദൈവത്തിൻ്റെ വാഗ്ദാനം സ്വീകരിച്ചത് ഇവരാണ് ആ വാഗ്ദാനത്തിന് അർഹയായതും ലോകത്തിന്
ലോകത്തിനോടുള്ള വാഗ്ദാനം, കന്യക ഗർഭം ധരിച്ച്, ഇപ്പം നമ്മൾ ഐസയ 6:7-6 പറയുന്നത്, ഒരു കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞ ആ വാഗ്ദാനമില്ലേ, അത് ഇവരിലാണല്ലോ നിറവേത്. അത് ക്രിസ്തു ആണല്ലോ ഇവിടെ ഉള്ളിൽ വന്നത്. പക്ഷെ ക്രിസ്തു ആരാണ്? 1 കൊരിന്ത്യസ് 1:20 സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്നാണ്. അതാണ് വിഷയം. സകല വാഗ്ദാനം എന്ന് പറയുമ്പോൾ കുറഞ്ഞതോ 7752 വാഗ്ദാനമുണ്ട് ബൈബിളിൽ. 8000 എന്ന് പറഞ്ഞവരുണ്ട്, 8500 എന്ന് പറഞ്ഞവരുണ്ട്. എങ്കിലും ഞാൻ ജസ്റ്റ് ഒരു 7000 ഒരു നോർമൽ പറയും. പലതരത്തിൽ പല രീതിയിൽ ആൾക്കാരെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ സകല വാഗ്ദാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മനുഷ്യൻ്റെ എല്ലാ കാലത്തേക്കുമുള്ള എല്ലാ ആവശ്യങ്ങളും ഉണ്ട്. എല്ലാ കാലത്തേക്കുമുള്ള എല്ലാ ആവശ്യങ്ങളും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം വന്നത് ഈ അമേരിക്കൻ CAS പരീക്ഷ എഴുതുകയും, അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 70 പരീക്ഷ എഴുതണം. 70 പരീക്ഷ 2 മണിക്കൂറിൽ 1.5 മണിക്കൂർ കൊണ്ട് അയാൾക്ക് 70 പരീക്ഷ എഴുതണം. അയാൾക്ക് പക്ഷേ 70 പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ബാക്കി അരമണിക്കൂർ പരീക്ഷ essay ആണ്. അത് ഓപ്പൺ ചെയ്ത് കിട്ടണമെങ്കിൽ ഈ ടൈമിന് ഇത് തീർത്താൽ മാത്രമേ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പം പരീക്ഷയുടെയൊക്കെ കാലം മാറണില്ല. അപ്പം ഇയാൾ കണ്ണീരോടെ ഇനി പക്ഷേ അയാളുടെ മുമ്പിൽ 10 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റ് അയാൾക്കുള്ളൂ. 10 മിനിറ്റ് വരുമ്പോൾ അയാൾ 40 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളൂ. 30 ക്വസ്റ്റ്യൻ 10 മിനിറ്റ് കൊണ്ട് എഴുതണം. നടക്കാത്ത കാരണം essay ഓപ്പൺ ചെയ്ത് കിട്ടത്തുമില്ല. ഇയാൾ കണ്ണീരോടെ എൻ്റെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നുണ്ട് എന്നെ ഒന്നെങ്കിൽ അങ്ങോട്ട് വിളിക്കണം, എൻ്റെ ലാസ്റ്റ് ഓപ്ഷനാണിത്, എനിക്ക് വേറെ മാർഗ്ഗമില്ലെന്ന് പറയും. പെട്ടെന്ന് ഈ ബാക്കി ഇയാൾ പറയണതേ ഈ സമയം സ്റ്റക്കായി പോയ പോലെ എനിക്ക് തോന്നിയെന്ന്. ബാക്കി 5-7 മിനിറ്റ് കൊണ്ട് അത് മുഴുവനും എഴുതാൻ അമ്മ ഇയാളെ സ്പീഡ് ചെയ്ത്. അത് ചെറുപ്പക്കാരൊക്കെ അത് പറഞ്ഞ അടിപൊളി സാധനം. അപ്പം അത് ഞാൻ ഓർക്കണത് ജോഷുവായുടെ കാലത്ത് സൂര്യൻ സ്റ്റക്കായി പോയല്ലേ. ഇത് വെച്ചാൽ ഭയങ്കര അനന്ത സാധ്യതയാണ്. വെച്ചാൽ ഇതെല്ലാം വാഗ്ദാനമാണ്. അപ്പോൾ ഓരോരോ കാലത്ത് ഇന്നിപ്പോൾ കമ്പ്യൂട്ടറിൽ എക്സാം കമ്പ്യൂട്ടർ ആയപ്പോൾ ദൈവം ആ മേഖലയിലാണ് നമ്മൾ അനുഗ്രഹിക്കുന്നവർ ഒത്തിരി പേരാണ്. എന്താ ഞാൻ പറഞ്ഞത്, സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് പറഞ്ഞത് ഏസാണെന്നല്ലേ പറയണത്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ എല്ലാ കാര്യം ക്രിസ്തുവിലുണ്ടല്ലോ. ഈ സകല വാഗ്ദാനമുള്ള ആളെയാണ് അമ്മ ഗർഭം ധരിച്ചിരിക്കുന്നത്. അമ്മ ഇയാളെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. അതുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണ മുമ്പ് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നിട്ട് അപ്പായിക്ക് ഭയങ്കര നിർബന്ധമാണ്. അമ്മയല്ലേ അപ്പായിക്കെന്ന് ഈശോനെ വാങ്ങിച്ചത്. അപ്പം അപ്പായുടെ ഒരു ആഗ്രഹമാണ് അമ്മ തന്നെ ഈശോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് കനയിലെ കല്യാണത്തിന് സ്പേസ് വന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അമ്മയെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി അപ്പ ചെയ്ത പരിപാടിയാണത്. പക്ഷെ എന്താ ഞാൻ പറയേണ്ട അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ വാക്കിൻ്റെ ഉള്ളിൽ ദാനം ഇരിക്കുക. എല്ലാ വാക്കിൻ്റെ ഉള്ളിലും നമ്മുടെ ബൈബിളും സാധാരണ പുസ്തകവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ബൈബിൾ മുഴുവൻ വാഗ്ദാനങ്ങളാണ്. എന്നുവെച്ചാൽ ഓരോ വാക്കിൻ്റെ ഉള്ളിലും ദൈവം നമുക്ക് ആവശ്യമായ ദാനം വെച്ചിട്ടുണ്ട്. പക്ഷേ ഹെബ്രായർ 4:2 എന്താ പറയണത്? അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. എന്താ കാരണം? അവരതിൽ വിശ്വസിച്ചില്ല. അപ്പൊ ഈ വാഗ്ദാനം പ്രാപിക്കണത് വിശ്വാസം മൂലമാണ്. അതാണ് എബ്രാഹാം വാഗ്ദാനം പ്രാപിക്കണ വിശ്വാസം മൂലമാണ് എന്ന് നമ്മൾ ആദ്യമേ തന്നെ പറയണത്. അതിൻ്റെ അകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൗലോസ് അപ്പോസ്തലനാണ് എബ്രാഹത്തിന് വിശ്വാസത്തിന്റെ ആളായിട്ട് വരണത്. പൗലോസ് അപ്പോസ്തലന്റെ അമ്മയെക്കുറിച്ച് അറിയാൻ പാടില്ലാഞ്ഞത് പൗളിയൻ തിയോളജിയുടെ ഒരു പരാധീനത തന്നെയാണ്, ഒരു സംശയമില്ല. അമ്മയെക്കുറിച്ച് അറിഞ്ഞെങ്കിൽ വിശ്വാസത്തെക്കുറിച്ച് ഇതൊന്നുമല്ല പൗലോസ് പറയാൻ പോണത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനും ജോർജിയും നമ്മൾ സന്തോഷ് ബ്രദറും അരുണും കൂടി ഇരുന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ലേ? നിങ്ങളുടെ ഇവിടെ ഈ സ്ഥാപനത്തിൽ വന്നപ്പോൾ എന്നോട് ആദ്യ ഈശോ എന്നാ പറഞ്ഞത്? ഏഷ്യയിലെ പൗലോസിന് വാതിലടച്ചു എന്നാണ് പറഞ്ഞത്. അതാണ് 2 തിമോത്തി 1:15 ഏഷ്യയിൽ വാതിലടച്ചു. അപ്പം ഞാനത് നിങ്ങളോട് പറഞ്ഞു. നമ്മൾ സ്റ്റുഡിയോയിൽ കയറുന്ന മുമ്പ് ഇപ്പം ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടായല്ലോ. അപ്പം അതെന്താണ് അങ്ങനെ ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ സന്തോഷ് ബ്രദർ പറഞ്ഞ് അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, സന്തോഷ് ബ്രദർ മൈലാപ്പൂരി ചെന്നപ്പോൾ അവിടെ അമ്മയുടെ പടയിരിപ്പുണ്ട് അല്ലേ? ആ പടത്തിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, ഇവിടെയാണ് ഫ്രാൻസിസ് സേവ്യർ 4 മാസം ഇരുന്ന് പ്രാർത്ഥിച്ചത്, അങ്ങനെയാണ് ഏഷ്യയിലേക്കുള്ള വാതിൽ തുറന്നു തന്നതെന്ന്. അപ്പം എനിക്ക് മനസ്സിലായി എന്നോട് എന്താ ഉദ്ദേശിച്ചതെന്ന്. പൗലോസിന് എന്താ സംഭവിച്ചത്, ഫ്രാൻസിസ് സേവ്യറിന് എന്താ സംഭവിച്ചത്. ഫ്രാൻസിസ് സേവ്യർ അതിനുശേഷമാണ് ജപ്പാനിൽ പോയത്, അതിനുശേഷമാണ് ചൈനയിൽ പോയത്. ആ വാതിൽ തുറന്നു കൊടുത്തത് അമ്മയാണ്. പൗലോസിൻ്റെ കൂടെ പൗലോസ് അമ്മയെ ആശ്രയിക്കാഞ്ഞ കൊണ്ടാണ്
2 തിമോത്തി 1:15 വാതില് തുറക്കാൻ അടച്ചിട്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന അതനുസരിച്ച് വിശ്വാസത്തിനൊരു നിലവാരമുണ്ട്. മേരി കർത്താവ് നിന്നോട് അളിച്ചത് കാര്യങ്ങൾ നിറവേറുന്നു വിശ്വസിച്ച് നീ 1:45 പരിശുദ്ധാത്മാവ് പറയുന്നില്ലേ? പരിശുദ്ധാത്മാവ് അമ്മയെക്കുറിച്ചുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് എലിസബത്തിലൂടെയല്ലേ പറയണത്. മേരി കർത്താവ് നിന്നോട് അളിച്ചത് കാര്യങ്ങൾ വിശ്വസിച്ച് നീ ബ്ലെസ്സഡ്. അമ്മ ഭാഗ്യവതി എന്നാകണത് വചനം വിശ്വസിച്ചുകൊണ്ടല്ലേ. അപ്പോഴീ വചനത്തിൻ്റെ എന്താ പ്രശ്നമുള്ളപ്പോഴെന്ന് വെച്ചാൽ പൗലോസ് തന്നെ പറയണത് ഹെബ്രായർ 4:2 അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാര്യം എന്താണ്? അവരതിൽ വിശ്വസിച്ചില്ല. അപ്പോൾ വചനം വിശ്വസിക്കുന്ന അനുസരിച്ചാണ് വാഗ്ദാനം പ്രയോജനപ്പെടുന്നത്. അതിൻ്റെ ഒരു ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷൻ ഉണ്ട്. ഇപ്പം ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് ഫെയ്ത്ത് അല്ല. ഇപ്പം നമ്മൾ കാറിൽ നമ്മൾ ഇതിൻ്റെ അകത്തില്ലേ, ലോറിയുടെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഡീസൽ, കാറിൻ്റെ അകത്ത് പെട്രോൾ, വിമാനത്തിനകത്ത് ഏവിയേഷൻ ഉപയോഗിച്ചു. അതുപോലെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ളതാണ് ഉടമ്പടി. അവിടെ ഫെയ്ത്ത് അല്ല ഉപയോഗിക്കുന്നത്, ഫിഡലിറ്റിയാണ്, പെർസിസ്റ്റിംഗ് ഫെയ്ത്താണ്, ഗ്യാപ്പില്ലാത്ത ഫെയ്ത്ത്. നമ്മുടെ ഫെയ്ത്തിനേക്കാൾ ഒരു കുഴപ്പം ഈ ഫെയ്ത്ത് ഇങ്ങനെ കുറേ നാൾ റൺ ചെയ്താലും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് വരുമ്പോൾ ഫെയ്ത്ത് ഡൗൺ ആവും. അപ്പോൾ ഗ്യാപ്പ് അടിക്കും, അപ്പോൾ ഫിഡലിറ്റി പോകും. അത് ഉടമ്പടി പ്രൊമോട്ട് ചെയ്യുന്നത് ഫിഡലിറ്റിയാണ്, വിശ്വസ്തത, ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ദൈവത്തോട് വിശ്വസ്തത കാണിക്കാൻ വേണ്ടി, അപ്പോൾ വിശ്വസ്തതയുടെ വിഷയമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ വാഗ്ദാനങ്ങളെ പ്രാപിക്കാൻ വിശ്വസ്തത ഒരു വിശ്വാസത്തെക്കാൾ ഒരു വിഷയമായിട്ട് വരുമ്പോൾ ജനങ്ങളും ദൈവവുമായിട്ടുള്ള ജനങ്ങളുടെ വിശ്വസ്തത, അതായത് ഒരു അപ്പോസ്റ്റലിക് ലെവലിലേക്ക് ഉയർത്തുകയാണ്. ദാറ്റ് മീൻസ് അവിടെ ക്രോണോളജിക്കൽ ഇയറിനേക്കാൾ ഫെയ്ത്ത് ഇയർ മുമ്പിൽ വരുമ്പോൾ അവിടെ ജീവിതം വലിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതാണ് സാക്ഷ്യം. ഇത്രയും വളരെ ദീർഘമായ എപ്പിസോഡുകളിലൂടെ കൃത്യമായിട്ട് തന്നെ പ്രത്യേകിച്ച് കൃപാസനത്തിനെതിരെയൊക്കെ ഉയർന്നു വരുന്ന ട്രോളുകൾക്കെതിരെ, തെറ്റിദ്ധാരണകൾക്കെതിരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ തന്നെ അച്ഛൻ മറുപടി പറഞ്ഞു. പ്രത്യേകിച്ച് അച്ഛൻ ഏതെല്ലാം ഒരു സഹനാനുഭവത്തിലൂടെയാണ് അച്ഛൻ കടന്നു വന്നത്, അച്ഛൻ എങ്ങനെയാണ് കർത്താവ് വളർത്തിയത്, അതൊക്കെ വളരെ വ്യക്തമായി തന്നെ അച്ഛൻ വ്യക്തമാക്കി തന്നു. തീർച്ചയായും അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകൾക്കും എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഇനിയും കൂടുതൽ സമൃദ്ധമായിട്ട് കർത്താവ് അച്ഛൻ്റെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ താങ്ക് യു.